അങ്ങനെ പടച്ചോൻ എന്ന് പറഞ്ഞ ശൈലിയിൽ പാട്ട് പാടുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല. പടച്ചോൻ എന്ന് പറഞ്ഞ ശൈലിയിൽ പാട്ടുപാടുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എങ്ങനെ? ഞങ്ങൾക്ക് മടവൂരിനെ പടച്ചോനാക്കാൻ ഒരു പേടിയില്ല. അംഗീകരിക്കാത്ത നിങ്ങളല്ലേ ഇപ്പൊ പിന്നെ പടച്ചോൻ എന്ന്, മടവൂരാണ് പടച്ചോൻ എന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയില്ല എന്ന് പറയുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം പടച്ചോൻ, മടവൂരാണ് പടച്ചോൻ എന്ന വിഷയത്തിൽ ഞാനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഖണ്ഡനം നടക്കാൻ നല്ല രസമുണ്ട്. കോഴിക്കോട് എന്ന ബാനറിന്റെ കീഴില് ഒരു പ്രസംഗം ഇന്നലെ നടത്തി. അതിനകത്താണെങ്കിലോ എന്റെ ക്ലിപ്പ്, പുതിയ വീഡിയോയുടെ ക്ലിപ്പ് പോലും കാണിക്കാനുള്ള ധൈര്യം ഈ വലിയ ദജ്ജാലിന് ഇല്ലാതെ പോയി. പഴയ ക്ലിപ്പുകൾ കാണിക്കുക. അന്ന് പറഞ്ഞതിനൊക്കെ നമ്മൾ മറുപടികൾ കൃത്യമായി പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രയോഗം, അങ്ങനെ മടവൂരാണ് പടച്ചോൻ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിന് എന്തെങ്കിലും മാതൃകയുണ്ടോ എന്ന ചങ്കിൽ തറച്ച ചോദ്യത്തെ നേരിടാൻ കഴിയാതെ വട്ടം കറങ്ങാൻ. എന്നിട്ട് വന്നിട്ട് ഇവരിപ്പോഴും പറയാൻ ഞങ്ങൾ അന്ന് പറഞ്ഞതും ഒന്നാണ്, ഇന്ന് പറഞ്ഞതും ഒന്നാണ്. നമുക്കതൊന്ന് പരിശോധിക്കാം. ആ പാട്ട് ഇറങ്ങിയപ്പോ നമ്മൾ പറഞ്ഞെന്താ? അങ്ങനെ പാടരുത്, മശായിഖിനോട് ചോദിക്കാതെ പാടരുത്, ആളുകൾക്ക് സംശയമുണ്ടാകുന്ന രൂപത്തിൽ അതിനൊരു സാദൃശ്യം വരികയാണെങ്കിൽ തന്നെ ഒരു വിഷയം അങ്ങനെ എടുത്തിടരുത്. ഇതല്ലേ നമ്മളന്ന് പറഞ്ഞു കൊടുത്തേ? അതെ, ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്, ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതും. അങ്ങനെ പാടരുത്, ആളുകൾക്ക് സംശയമുണ്ടാകുന്ന രീതിയിലുള്ള വാക്കുകൾ എടുത്തിടരുത്, ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ടോ വലിയ ദജ്ജാല് പറയാൻ ഇനി അങ്ങനെ ഇട്ടാൽ നോക്കാം. എടുത്തിട്ട് കഴിഞ്ഞാൽ അത് വേറൊരു വിഷയമാണ്. ഒരാളങ്ങനെ പാടാൻ പാടില്ലായിരുന്നു, പാടിപ്പോയാൽ അത് കുഫറാണെന്ന് പറയരുത്. ഇതാ അന്നും ഇന്നും നമ്മൾ പറഞ്ഞ്. ഈ പറഞ്ഞത് നുണയാ. അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളത് ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞില്ലേ? അത് ശുദ്ധമായ നുണയാ. ആളുകളുടെ മുമ്പിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന പച്ചക്കളവ് മാത്രമാണ്. അന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പിന്നാലെ കേൾപ്പിക്കുന്നുണ്ട്. മുമ്പ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. ആ കേൾപ്പിച്ചതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? എന്നിട്ട് ഈ ചങ്ങാതി ചെയ്ത പണി എന്താണെന്നറിയോ? നൗഷാദ് പറയുന്നത് കേട്ടു നോക്ക്. ഈ ചങ്ങാതി ഇപ്പൊ വന്നിട്ട് ആകെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എടുത്തത് എന്താ അറിയോ? അന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇത് ശരിയല്ല, ഇതൊക്കെ പ്രശ്നമാണ് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്നിട്ട് കുഫ്ര, ഞങ്ങൾ അന്നൊന്നും പറഞ്ഞത് അത് കുഫറല്ല, പാടാൻ പാടില്ല, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഫറല്ല എന്ന് അന്നും ഇന്നും എന്നും നമ്മൾ പറയും. അങ്ങനെ അന്നും ഇന്നും എന്നും പറയുമെങ്കിൽ നൗഷാദെ, അന്ന് പ്രസംഗിച്ച ക്ലിപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ആ ക്ലിപ്പിട്ടുകൊണ്ടല്ലേ നീ മറുപടി പറയേണ്ടത്? ഈ സംസാരത്തിൽ ഒരിടത്തുപോലും അന്നത്തെ ഞാൻ കാണിച്ച ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് നീ കാണിക്കുക പോലും ചെയ്തില്ലല്ലോ. അന്ന് പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നസ്വാറാക്കൾ വിശ്വസിച്ചതുപോലെ പറഞ്ഞതുപോലെ പറയാൻ പാടില്ല എന്നാണ്. അതിനെ ഗണ്ണിക്കാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ടല്ലേ ആ ക്ലിപ്പ് അതിന്റെ മുമ്പോ ശേഷമോ ഒന്നും കാണിക്കാതെ വേറൊരു പഴയ പ്രസംഗത്തിന്റെ ക്ലിപ്പുമായിട്ട് വന്നത്. എന്നിട്ട് ആ ക്ലിപ്പില് ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഡേറ്റ്, പാട്ടിറങ്ങിയ ഡേറ്റ്, പേരോട് ഉസ്താദ് പ്രസംഗിച്ച ഡേറ്റ്. ഇനി നമുക്ക് ഡേറ്റുകൾ കൊണ്ടൊന്ന് പരിശോധിച്ചു നോക്കാം. ഇന്ന് നമുക്ക് പഴയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം അത് അത്രയും തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് ഒരു കുറഞ്ഞ സമയം, ഈ പാട്ട് വരുന്നത് 2024 ഓഗസ്റ്റ് 13 ഈ പാട്ട് ഇറങ്ങുന്നത്, പുറത്ത് പ്രചരിപ്പിക്കുന്നത് 2024 ഓഗസ്റ്റ് 13. ഈ ഡേറ്റ് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളണം, നമുക്ക് ആവശ്യം വരും. ഇനി ഈ പാട്ടിനെ കുറിച്ച് പേരോട് ഉസ്താദ് എന്നാണ് പ്രസംഗിക്കുന്നത്? എവിടെ വെച്ചാണ് പ്രസംഗിക്കുന്നത്? അങ്ങനെ 17 ആയപ്പോ അന്നാണ് പേരോട് ഇത് പ്രസംഗിക്കുന്നത്. ഡേറ്റ് ഇറക്കാൻ ഞങ്ങൾക്കറിയാം. 2024 ഓഗസ്റ്റ് 17 ഉള്ളാളത്താണ് ഉച്ച സമയത്ത് പേരോടിന്റെ പ്രസംഗം നടക്കുന്നത്. അത്ര കറക്റ്റ് നമുക്ക് ഓർമ്മ ഉണ്ട്. കാരണം എന്താ അറിയോ? കാരണം എന്തെങ്കിലുമൊക്കെ ആകട്ടെ, എന്തായാലും ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ. 2024 ഓഗസ്റ്റ് 13 പാട്ടിറങ്ങുന്നു. 2024 ഓഗസ്റ്റ് 17 പേരോട് ഉസ്താദ് 4 ദിവസം കഴിഞ്ഞിട്ട് ഉള്ളാളത്ത് വെച്ച് പ്രസംഗിക്കുന്നു. എന്നിട്ടോ അപ്പൊ ഉച്ചക്ക് ഉള്ളാളിയാള് പ്രസംഗിക്കുന്ന ക്ലിപ്പിട്ടുകൊണ്ട് എന്ന് ഈ പാട്ടിറങ്ങി 4 ദിവസം കഴിഞ്ഞ അന്ന് തന്നെ അത് വളരെ വ്യക്തമായി ഇപ്പൊ പറയുന്ന രൂപത്തിൽ അന്ന് നമ്മൾ കളരാന്തിരിയിൽ വെച്ച് അത് വിശദീകരിക്കുന്നുണ്ട്. ഡേറ്റ് ഓർമ്മ വെക്കണം. പാട്ടിറങ്ങിയത് 13, പേരോട് ഉസ്താദ് വിമർശിച്ചത് 17. ഇവർ കാണിക്കുന്ന ക്ലിപ്പും 17ന്റെ ക്ലിപ്പാണ്. ഇന്ന് പറയുന്ന അതേ രീതിയിൽ
അന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നതുകൂടി നമുക്കിതിൽ പരിശോധിക്കാം. ഇതിനു മുമ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും പരിശോധിക്കാം. എന്തായാലും പേരോട് ഉസ്താദിന്റെ ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചേ നൗഷാദേ. ഇന്ന് നടത്തിയ പ്രസംഗം ഇന്ന് അദ്ദേഹം ഉച്ചക്ക് ഉള്ളാളിൽ പ്രസംഗിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകമായ ഒരു ജതുബിലാണ്. കാരണം ആ പാട്ട് കേട്ടാ പോയില്ലേ, നമ്മളെ പുതിയ പാട്ടില്ലേ, ആ പാട്ട് വന്നപ്പോ ഞങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായ നിലപാട് പറഞ്ഞു. ശ്രദ്ധിച്ചോളണം, ആ പാട്ടിനെ കുറിച്ച് ഇവര് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ പ്രസംഗിക്കുന്നത് ഓഗസ്റ്റ് 17-നാണ്. അപ്പൊ ഇതിനു മുമ്പ് ആ പാട്ടിനെ കുറിച്ച് ഇവർ നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഈ പ്രസംഗത്തിൽ നൗഷാദ് പറയുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് എന്തോ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അതിലേക്ക് വരാം. നൗഷാദ് ബാക്കി പറ. കൃത്യമായ നിലപാട് നമ്മൾ അവതരിപ്പിച്ചു. എന്നാൽ അദ്ദേഹം ഇന്ന് പറയുന്ന ആ വാക്കാദ്യങ്ങളൊന്ന് കേൾക്കുന്നത്, ഞാൻ അതിലേക്ക് വരാം. സുബ്ഹാനല്ലാഹ്, അവരെന്തും പറയും, ഇന്നതെന്നില്ല. ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് ഹൂ അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട്. അതേപോലെ തന്നെ മടവൂരാരാ? പടച്ചോനാ, ഞങ്ങളെ പടച്ചോ മടവൂരാ, ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ഇതാണ് പേരോട് ഉസ്താദ് പ്രസംഗിച്ചത്. ഇതിന്റെ ബാക്കി കൂടി കേൾക്കുമ്പോൾ ഈ പറഞ്ഞത് ഏതർത്ഥത്തിലാണ്, ഏതാശയത്തിലാണ് എന്നൊക്കെ കേൾവിക്കാർക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്യും. എന്തായാലും പേരോട് ഉസ്താദിന്റെ ആ പ്രസംഗം കേൾപ്പിച്ചിട്ട് നൗഷാദ് ഓഗസ്റ്റ് 17-ന് വിശദീകരിക്കുന്ന ക്ലിപ്പാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താ പറഞ്ഞേ? ഞാൻ ഈ അടുത്തൊരു പാട്ട് കേട്ടു. ആ പാട്ടായിരുന്നല്ലോ ഈ അടുത്ത് ചർച്ച. മടവൂരാരോ പടച്ചോനാണോ എന്ന് പറയുന്ന ഒരു വരി കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ അതിന്റെ നിലപാട് പറഞ്ഞു. അപ്പൊ ഈ പറയുന്നതിന്റെ മുമ്പ് തന്നെ നൗഷാദ് ആ പാട്ടിനെ കുറിച്ച് എന്തോ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് പറയാനുള്ളതിന്റെ കാരണം എന്താണ്? ആ പാട്ട് ഇബ്ലീസ് ത്വരീഖത്തുകാരുടെ പാട്ടാണെന്ന് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും വിളിച്ചു പറഞ്ഞു. അപ്പൊ ആ പാട്ടിനെ തള്ളിക്കൊണ്ടാണ് അന്ന് നിലപാട് പറഞ്ഞത്. അത് നമ്മളാണെന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ മൈലേജ് ഉണ്ടാക്കാനുള്ള പണി തുടങ്ങി ചെയ്താണ്. അപ്പൊ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി സുന്നികള് അത് ഇവരുടെ പാട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ സുന്നികൾക്ക് മൈലേജ് കിട്ടാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ പാട്ടിനെ കുറിച്ച് നൗഷാദ് നിലപാട് ഇതിന്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇനി അങ്ങോട്ട് തുടർന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു നിലപാട് പറയാനുണ്ടെങ്കിൽ അത് ധൈര്യമായി പറയും, ആരെയും പേടിക്കാതെ പറയും എന്നൊക്കെയാണ്. ഞങ്ങൾ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയും. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഞങ്ങൾക്ക് പാടണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം വിളിച്ചു പറയണമെങ്കിൽ അത് പരസ്യമായി പറയും, ഒരു സംശയം അതിലില്ല. അതുകൊണ്ട് ഞങ്ങളുമായി അതിന് ബന്ധമില്ല. അങ്ങനെ പടച്ചോൻ എന്ന് പറഞ്ഞ ശൈലിയിൽ പാട്ട് പാടുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല. പടച്ചോൻ എന്ന് പറഞ്ഞ ശൈലിയിൽ പാട്ടുപാടുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എങ്ങനെ? പടച്ചോൻ എന്ന് പറഞ്ഞ ശൈലിയിൽ പാട്ടുപാടുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്ത നിങ്ങളല്ലേ ഇപ്പൊ പിന്നെ പടച്ചോനെന്ന്, മടവൂരാണ് പടച്ചോൻ എന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയില്ല എന്ന് പറയുന്നത്? നൗഷാദെ, പാട്ടിൽ പടച്ചോൻ എന്ന് പറയുന്നത് മാത്രമാണോ പ്രശ്നമുള്ളത്? പടച്ചോൻ എന്ന് പ്രസംഗത്തിൽ പറയാമോ? അതിന് പ്രശ്നമൊന്നുമില്ലേ? അന്ന് ഈ പറഞ്ഞ ഓഗസ്റ്റ് 17-നുള്ള നിലപാട് പോലും ആ പാട്ടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെ പടച്ചോനാണെന്ന് പറയുന്ന പ്രയോഗങ്ങൾ പാടില്ല എന്ന് വ്യക്തമായി പ്രസംഗിച്ചവരാണ്. അവരാണിപ്പോ 2026 ആയപ്പോഴേക്കും മടവൂരാണ് പടച്ചോനെന്ന് പറയാൻ ഞങ്ങൾക്കൊരു പേടിയുമില്ല എന്നീ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. എന്നിട്ടിപ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടക്കാൻ പഴയ പ്രസംഗത്തിന്റെ ക്ലിപ്പുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ക്ലിപ്പിലുള്ളത് പോലും അതിനെ അംഗീകരിക്കുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. എന്തായാലും നൗഷാദിന്റെ കാര്യം കോമഡിയാണ്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഇവനെ അല്ലാതെ വേറെ ആരെയാ പറയേണ്ടത്? നൗഷാദ് എന്ന് പറയട്ടെ. മാത്രമല്ല, പാട്ട് പാടുന്നവരോട് നമ്മൾ പറയുന്നത്, മശായിഖന്മാരെ കുറിച്ച് പാടുമ്പോ കാലഘട്ടത്തിലെ മശായിഖന്മാരുണ്ട് ഇവിടെ. മടവൂർ ശൈഖുനാനെ കുറിച്ച് സാധാരണ പാടുന്നതാവാം. പുതുതായി ഒന്ന് വരുമ്പോ അത് മശായിഖന്മാരോടൊക്കെ ഒന്ന് ചോദിച്ച് അവരുടെ ഇഷ്ടത്തിലാണ്
പാട്ടുകൾ തന്നെ പുറത്തിറക്കേണ്ടത്. കാരണം അതാണല്ലോ ഭാഗം. അത് പറയുന്നവരാണ് ഞങ്ങൾ. ആ ശൈലിയിൽ പറയേണ്ടതില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ. ആ ശൈലിയിൽ പറയേണ്ടതില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പൊ ആ ശൈലിയിൽ പറയരുത് എന്ന് കൃത്യമായി ഇവർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ അതിനേക്കാൾ കടുത്ത ശൈലിയിലാണ്. ഇവർ ഇബ്ലീസിന്റെ അനുയായികൾ അല്ലെങ്കിൽ പിന്നെ ആരാ കൂട്ടരെ അനുയായികൾ? പിന്നെ പറഞ്ഞതെന്താ, അങ്ങനെയൊക്കെ പാടുമ്പോ പഴയതൊക്കെ പാടിക്കോ, പുതിയതുണ്ടാക്കി പാടുമ്പോ മശായിഖന്മാരോട്, ഇന്ന് ജീവിച്ചിരിക്കുന്ന മശായിഖന്മാരോടൊക്കെ ചോദിക്കണമെന്നാണ്. ഏത് മശായിഖ്? ഇവരുടെ കോമാണ്ടി, അതുപോലെ ഇവരുടെ ബീരാണ്ടി, ഇവരോടൊക്കെ ചോദിച്ചിട്ട് പാടണോന്ന് ആ ചെക്കനോട് പറയാൻ. സാധു അന്ന് ആ ചെക്കനെ എതിർത്ത് തള്ളി നിഷേധിച്ചവന്റെ പാട്ടിനെ അംഗീകരിക്കാത്തവൻ ഇന്ന് ഏത് അവസ്ഥയിലേക്ക് എത്തി? എന്നിട്ട് പറയാം അന്നും ഇന്നും എന്നും ഞങ്ങൾക്ക് ഒരേ നിലപാടാണ് എന്ന്.